നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന പൊതുവെ ഒരു ബോംബ് പോലെയാണ്. സാധാരണഗതിയിൽ അത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് സെഫോളജിസ്റ്റുകൾക്ക്, അതായത് സർവേ പ്രഡിക്ഷൻ നടത്തുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മൂന്നാം തവണയും മോശമല്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു. അതുകൊണ്ട് കാലാകാലത്തോളം അവർ അധികാരത്തിലിരിക്കുമെന്ന് അമിത്ഷാ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വെറും തെറ്റായ കാര്യമാണ്. മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെ നരേന്ദ്രമോദിയെ അലട്ടുന്നത് പ്രധാനമായും ഈ രാജ്യത്ത് കത്തിപ്പടരുന്ന ജനരോഷത്തിന്റെ പേരിൽ തന്നെയാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ നയം കുട്ടിച്ചോറായി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ പോലെ പരാജിതനായ ഒരു മന്ത്രി, കേന്ദ്രമന്ത്രിമാരിൽ രണ്ടുപേരെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൃത്യമായി കടന്നാക്രമിക്കുന്നത്. ഒന്ന് ധർമ്മേന്ദ്ര പ്രധാനെയും മറ്റൊരാൾ നിർമ്മല സീതാരാമനുമാണ്. ഇവർ രണ്ടുപേരും കഴിവുകെട്ടവരാണ് എന്നുള്ളത് അവർ കാലാകാലങ്ങളായി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പുതിയ ഒരു വിഷയമല്ല. അതാത് വകുപ്പുകളിൽ കാലാകാലങ്ങളായി അവർ നടത്തി വരുന്ന ഇടപെടൽ പൊതു ജനങ്ങൾക്ക് ഏറ്റവും വലിയ ദ്രോഹമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ, നിങ്ങൾ എന്തു ചെയ്തു കളയും എന്നുള്ള അധികാരത്തിൻ്റെ ഗർവ് കൃത്യമായി അമിത്ഷാ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇതിന് കൊടുക്കുന്ന മറുപടി ആയിരിക്കും ഏറ്റവും വലുത് എന്ന് പറയുന്നത്. 2014 2019 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ രീതി ആ പാറ്റേൺ ആയിരുന്നില്ല 2024 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ പലതും പിളരുന്നു. അതുകൊണ്ട് അതെല്ലാം വലിയ നേട്ടമായി കൊയ്തെടുക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, BJP നേതൃത്വം ഉൾപ്പെടെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അത് വെറും വിഡ്ഢിത്തരമാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തി പ്രാപിക്കാൻ അധികം കാലതാമസമൊന്നും എടുക്കില്ല. ഇപ്പോൾ BJP ബംഗാളിൽ ഭരണം കിട്ടി എന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നുണ്ടാകാം. BJPയുടെ ശക്തി തുറകങ്ങൾ പലതും ഇറ്റിറ്റ് പോകാൻ റെഡിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. UPയും MP ഒക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക വരും തെരഞ്ഞെടുപ്പുകളിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഏതായാലും മന്ത്രിസഭയിൽ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള അഴിച്ചുപണിയല്ല, താൽക്കാലികമായി ഒന്ന് കണ്ണിൽ പൊടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണം അത് നടത്താൻ വേണ്ടിയുള്ള നീക്കം മാത്രമാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് NDAയിലെ സഖ്യകക്ഷികളെ ഭയപ്പെടുത്തിയും അവരെ പലരെയും പിളർത്തിയും അവരെയൊക്കെ വിരട്ടിയും വിലപേശിയും ഒക്കെയാണ് BJP NDA എന്ന ഈ സംവിധാനം കൊണ്ടുപോകുന്നത്. 2014 മുതലേ NDAയുടെ ചെയർപേഴ്സൺ അമിത്ഷാ തന്നെയാണ്. അമിത്ഷായുടെ കുശാഗ്ര ബുദ്ധിയിൽ തോന്നുന്ന പല ഐഡിയകളും നരേന്ദ്രമോദിയോട് പോലും പറയേണ്ട കാര്യമില്ല, അതങ്ങ് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്ന ഈ ജയം ആത്യന്തികമായി BJPക്ക് കിട്ടുന്ന ഒരു അപ്ലിഫ്റ്റ്മെന്റ് അല്ല